രണ്ടിനുമിടയിലുള്ള ഇടം എന്ന അർത്ഥം വരുന്ന കാർഗിൽ എന്ന ചെറുപട്ടണം 1999 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ വേദിയായി മാറി. കാർഗിൽ യുദ്ധം അഥവാ കാർഗിൽ സംഘർഷം. ജമ്മു കാശ്മീർ മേഖലയെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കത്തിലാണ് കാർഗിൽ യുദ്ധത്തിന്റെ വേരുകൾ കിടക്കുന്നത്. 1947 ഒന്നാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മുതൽ കാശ്മീർ സംഘർഷത്തിന്റെ ഒരു കേന്ദ്രമായി തുടരുന്നു. 1947, 1965, 1971 വർഷങ്ങളിലെ 3 യുദ്ധങ്ങൾക്ക് ശേഷവും സംഘർഷങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ തർക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കുമെല്ലാം ഒരു അറുതി വരുത്താൻ 1999 ഫെബ്രുവരിയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ലാഹോർ സന്ദർശിച്ച് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ കാണുകയും സമാധാനപരമായ സംഭാഷണത്തിന് പ്രതിജ്ഞാബദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇരു രാജ്യങ്ങളും ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുകയും ചെയ്യും. ആ വാർത്താക്കുറിപ്പുകളും ഹസ്തദാനങ്ങളുമെല്ലാം ആളുകളിലേക്ക് എത്തുമ്പോഴും സൗഹൃദപരമായ മനോഭാവത്തെ വഞ്ചിച്ചുകൊണ്ട് പാകിസ്ഥാൻ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് പർവേസ് മുഷറഫ് തന്റെ വിശ്വസ്തരായ സൈനികരുമായി ലൈൻ ഓഫ് കൺട്രോൾ അതിർത്തി ലംഘിച്ചുകൊണ്ട് കാർഗിലിന്റെ ദ്രാസ് പ്രദേശത്ത് നുഴഞ്ഞു കയറാൻ പദ്ധതിയിടുന്നു. അറിവിന്റെ ആർക്കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി. എല്ലാവർക്കും ആർക്കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കാർഗിലിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുകൂടെയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ LOC ലൈൻ ഓഫ് കൺട്രോൾ കടന്നു പോകുന്നത്. ഈ അതിർത്തിക്ക് അപ്പുറവും ഇപ്പുറവും ബങ്കറുകൾ കെട്ടിയാണ് ഇരു രാജ്യങ്ങളും അവരുടെ അതിർത്തി സംരക്ഷിച്ചിരുന്നത്. കാർഗിൽ പ്രദേശത്ത് ശൈത്യകാലത്ത് താപനില -40 വരെയൊക്കെ പോകാറുണ്ട്. ഈ സമയം അവിടെ നിൽക്കുന്നത് ദുഷ്കരമായത് കൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും ലിഖിതമല്ലാത്ത ഒരു ഉടമ്പടി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കാർഗിൽ പ്രദേശമാകെ മഞ്ഞു മൂടപ്പെടുന്ന സമയം 2 രാജ്യങ്ങളിലെയും സൈനികർ അവരുടെ ബങ്കറുകൾ ഉപേക്ഷിച്ച് അടുത്തുള്ള സൈനിക ക്യാമ്പുകളിലേക്ക് മാറണം. ഈ സമയം അതിർത്തിയിൽ ഒരു തരത്തിലും ഇടപെടലുകൾ 2 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് മുതലെടുക്കാനാണ് പർവേസ് മുഷറഫും സംഘവും ശ്രമിക്കുന്നത്. ശ്രീനഗറിനെ ലഡാക്കുമായി കണക്ട് ചെയ്യുന്ന NH-1D എന്ന ഒരേ ഒരു സഞ്ചാരപാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ആ പാത കാർഗിൽ കുന്നുകളുടെ മുകളിൽ ദ്രാസ് സെക്ടറിൽ നിന്നാൽ വളരെ വ്യക്തമായി ദൃശ്യമായിരുന്നു. അവിടെ കയറിയാൽ NH-1D പോകുന്ന എല്ലാ വാഹനങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം. യാത്രാ തടസ്സം സൃഷ്ടിച്ച് ലഡാക്ക് പ്രദേശത്തെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്താം. ഇതായിരുന്നു നുഴഞ്ഞുകയറ്റത്തിനായി ദ്രാസ് സെക്ടർ തിരഞ്ഞെടുക്കാൻ പാകിസ്ഥാൻ സൈനികരെ പ്രേരിപ്പിച്ച ഘടകം. ഇതുകൂടാതെ തന്നെ കശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിൽ ഇന്ത്യയിൽ സമ്മർദ്ദം സൃഷ്ടിക്കുക, ഇന്ത്യയെ സൈനികമായി വെല്ലുവിളിക്കാൻ കഴിയുമെന്ന് കാണിച്ച് കശ്മീരിനുള്ളിൽ കലാപം ഇളക്കിവിടുക എന്നതും അവരുടെ ലക്ഷ്യങ്ങളായിരുന്നു. 1999 മെയ് 3 ലഡാക്കി ഷെപ്പേർഡ് ആയിരുന്ന തഷി നംഗ്യാൽ എന്നയാൾ തന്റെ യാക്കുകളെ മേയ്ക്കാനായി പോകുന്നു. കൂട്ടം തെറ്റിപ്പോയ തന്റെ യാക്കുകളിൽ ഒന്നിനെ ബൈനോക്കുലറിലൂടെ തിരയുന്നതിനിടയിൽ ബറ്റാലിക് സെക്ടറിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ ബങ്കറുകൾ കുഴിക്കുന്നത് അദ്ദേഹം കാണാനിടയായി. അപകടം തിരിച്ചറിഞ്ഞ അദ്ദേഹം ഉടൻ തന്നെ തന്റെ കണ്ടെത്തലുകൾ അടുത്തുള്ള ഇന്ത്യൻ ആർമി പോസ്റ്റിൽ അറിയിച്ചു. തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ കണ്ടെത്തലിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ച ഇന്ത്യൻ സൈന്യത്തിന് നുഴഞ്ഞുകയറ്റം സ്ഥിരീകരിക്കുന്നതിൽ ആ കണ്ടെത്തൽ പിന്നീട് നിർണായകമായി മാറുന്നുണ്ട്. 1999 മെയ് 15 ബജറംഗ് പോസ്റ്റിലെ ബങ്കറുകൾ താമസിക്കാൻ ഉതകുന്നതായോ എന്ന് നോക്കാനായി പെട്രോളിങ്ങിന്റെ ഭാഗം എന്നോണം ക്യാപ്റ്റൻ സൗരഭ് ഖാലിയയും 6 സൈനികരും കൂടി അങ്ങോട്ടേക്ക് പോകും. അവിടെ എത്തിയതും അവർക്ക് നേരെ വെടിയുതിർത്തുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം നിൽക്കുന്നത് കണ്ട് അവർ അമ്പരന്ന് പോകുന്നു. തിരിച്ചും അവർ വെടിയുണ്ടകൾ പായിച്ചുവെങ്കിലും എല്ലാ തയ്യാറെടുപ്പുകളോടെയും അവിടെ നിലയുറപ്പിച്ചിരുന്ന പാകിസ്ഥാൻ സൈന്യത്തിന് മുൻപിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവരെ പാകിസ്ഥാൻ സൈന്യം ആക്രമിച്ച് പിടികൂടി. 22 ദിവസം നീണ്ടുനിന്ന കൊടിയ പീഡനങ്ങൾ അദ്ദേഹവും മറ്റ് സൈനികരും ഏറ്റുവാങ്ങി. ഒടുവിൽ ആരാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം അതിദാരുണമായി കൊല്ലപ്പെട്ട വികൃതമാക്കപ്പെട്ട അവരുടെ മൃതദേഹങ്ങൾ 1999 ജൂൺ 9 ഇന്ത്യ ഏറ്റുവാങ്ങി. കാർഗിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആദ്യത്തെ ഓഫീസർ ക്യാപ്റ്റൻ ഖാലിയായിരുന്നു. അദ്ദേഹത്തിനുണ്ടായ പീഡനം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ധാർമ്മിക മാനദണ്ഡങ്ങളുടെയും ലംഘനമായിരുന്നു. നമ്മളെ വിഷമിപ്പിക്കുന്ന മറ്റൊരു സംഗതി പാകിസ്ഥാൻ സൈന്യം ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നതാണ്. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി റഹ്മാൻ മാലിക് 2012 ഡിസംബർ 14 എല്ലാവരോടുമായി പറഞ്ഞത് ഇങ്ങനെയാണ്: ക്യാപ്റ്റൻ ഖാലിയ കാർഗിലിലെ കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മരണപ്പെട്ടതാകാം. ക്യാപ്റ്റൻ ഖാലിയയുടെ പിതാവ് ഡോക്ടർ NK ഖാലിയ
തന്റെ മകൻ മരണപ്പെട്ടത് മുതൽ മകന്റെ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് അക്ഷീണം പ്രയത്നം നടത്തി. UNHRCയിലും സുപ്രീം കോടതിയിലും പരാതി നൽകി. 1999 മെയ് മാസത്തിൽ നഷ്ടപ്പെട്ട കൊടുമുടികൾ തിരിച്ചു പിടിക്കാനുള്ള പൂർണ്ണതോതിലുള്ള സൈനിക നടപടിയായ ഓപ്പറേഷൻ വിജയ് ഇന്ത്യ ആരംഭിച്ചു. ഇതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല. ശത്രുക്കളുടെ വെടിവെപ്പിൽ സൈനികർക്ക് ലംബമായ പാറക്കെട്ടുകൾ കയറേണ്ടതായി വന്നു. തണുത്ത കാറ്റും കുറഞ്ഞ ഓക്സിജൻ, മാരകമായ വെടിയുണ്ടകൾ, ഇതൊക്കെയാണ് അവരെ ആ കൊടുമുടികളുടെ മുകളിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ കാത്തിരുന്നത്. കാർഗിലിലെ ദ്രാസ് സെക്ടറിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികളിൽ ഒന്നാണ് ടൈഗർ ഹിൽ. 16,700 അടിയാണ് അതിന്റെ ഏകദേശം ഉയരം. NH-1Dയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെ. ഇതും പാകിസ്ഥാൻ സൈന്യം കൈവശപ്പെടുത്തിയിരുന്നു. ഈ കൊടുമുടി തിരിച്ചു പിടിക്കുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാൻ സൈന്യം തങ്ങളെ കാണാതെ ഇരിക്കാൻ ഇന്ത്യൻ സൈന്യം രാത്രിയിലാണ് ആ കൊടുമുടി കയറാൻ തുടങ്ങുന്നത്. മുകളിലെത്തിയ അവരെ പാകിസ്ഥാൻ സൈന്യം കാണുന്നു. ഇന്ത്യൻ സൈനികരെ കണ്ടപാടെ അവർ ഇന്ത്യൻ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയും വലിയ പാറക്കല്ലുകൾ ഉരുട്ടി താഴേക്കിട്ട് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. 1999 ജൂലൈ 5 ഇന്ത്യൻ സൈന്യം ടൈഗർ ഹിൽ കീഴടക്കാനുള്ള തങ്ങളുടെ ശ്രമത്തിന്റെ ഭാഗമായി വീണ്ടും മുകളിലേക്ക് ചെല്ലുന്നു. 5 മണിക്കൂർ നീണ്ടു നിന്ന വെടിവെപ്പ് നിരവധി ഇന്ത്യൻ പട്ടാളക്കാർ മരിച്ചു വീണു. ശേഷിച്ചത് 7 പേർ മാത്രം. ഇന്ത്യൻ സൈനികരിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ താഴേക്ക് വരുന്ന പാകിസ്ഥാൻ ഭടന്മാരെ 7 ഇന്ത്യൻ പട്ടാളക്കാരും വെടിവെച്ചിടുന്നു. ഇനിയും ഇന്ത്യൻ സൈനികരിൽ മരിക്കാൻ ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന പാകിസ്ഥാൻ പട്ടാളത്തിലെ കുറച്ചുപേർ താഴേക്ക് വന്ന് അവർക്ക് നേരെ തുരുതുര വെടിയുതിർക്കുന്നു. മരിച്ചു എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ ഷൂട്ട് ചെയ്ത് നിലത്ത് വീണ് കിടക്കുന്നവരുടെ ശരീരത്തിൽ വീണ്ടും വീണ്ടും അവർ വെടിയുണ്ടകൾ പായിച്ചു വിടുന്നു. എന്നാൽ തന്റെ ശരീരമാകെ 15 വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയിട്ടും 19കാരനായ യോഗേന്ദ്ര സിംഗ് യാദവ് എന്ന ഒരു സൈനികൻ മാത്രം മരിക്കുന്നില്ല. അദ്ദേഹം തന്റെ കൈവശം കരുതിയിരുന്ന ഗ്രനേഡ് എടുത്ത് അതിന്റെ പിന്നൂരി പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ എറിയുന്നു. പെട്ടെന്ന് തന്നെ അവിടെ മരിച്ചു കിടന്ന മറ്റൊരു പട്ടാളക്കാരന്റെ റൈഫിൾ എടുത്ത് പാകിസ്ഥാൻ പട്ടാളത്തിലെ 5 സൈനികരെ വെടിവെച്ച് വീഴ്ത്തുന്നു. യാദവ് എറിഞ്ഞ ഗ്രനേഡ് ഒരു പാകിസ്ഥാൻ സൈനികനെ ഇതിനോടകം ചിഹ്ന ഭിന്നമാക്കിയിരുന്നു. ഈ സമയം പാകിസ്ഥാൻ പട്ടാളത്തിന് മുകളിൽ നിന്നൊരു ഓർഡർ ലഭിക്കുന്നു. എത്രയും പെട്ടെന്ന് അവിടെ നിന്നും പിൻവാങ്ങി ഇന്ത്യൻ സൈന്യത്തിന്റെ MNC ബേസിനെ ആക്രമിക്കുക എന്നതായിരുന്നു അത്. യാദവ് തന്റെ ബോധം നഷ്ടപ്പെടുന്നതിന് മുമ്പ് താൻ നിന്ന സ്ഥലത്തിന് തൊട്ടടുത്തായി ഒഴുകിക്കൊണ്ടിരുന്ന അരുവിയിലേക്ക് എടുത്തു ചാടി. ആ അരുവിയുടെ ഒഴുക്കിന്റെ സഹായത്തിൽ താഴേക്ക് തന്റെ സൈനികരുടെ അടുത്തേക്ക് അദ്ദേഹം ഒഴുകിയെത്തുന്നു. MNC ആക്രമിക്കാനുള്ള പാകിസ്ഥാൻ പട്ടാളത്തിന്റെ പ്ലാനിങ്ങിനെ കുറിച്ച് തന്റെ കമാൻഡിംഗ് ഓഫീസറിനോട് അദ്ദേഹം പെട്ടെന്ന് തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ MNC ലക്ഷ്യമാക്കി വന്ന പാകിസ്ഥാൻ സൈന്യത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം സജ്ജമായിരുന്നു. പിന്നീട് രാജ്യം യോഗേന്ദ്ര സിംഗ് യാദവിനെ പരംവീർ ചക്ര നൽകി ആദരിക്കുന്നുണ്ട്. യോഗേന്ദ്ര സിംഗ് യാദവിന്റെ ഇടപെടൽ മൂലം MNC ബേസ് ആക്രമിക്കാൻ വന്ന പാകിസ്ഥാൻ പട്ടാളത്തിന് മുൻപിൽ എന്തിനേയും നേരിടാൻ സജ്ജമായി നിൽക്കുന്ന ഇന്ത്യൻ സൈന്യത്തെ കണ്ട് ഇന്ത്യൻ സൈന്യം കൂടുതൽ ശക്തമായെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ പട്ടാളം അവർ കയ്യേറിയ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാതെ ഇരിക്കാൻ പല ഗ്രൂപ്പുകളായി പിരിഞ്ഞു പോകുന്നു. ഇത് ഇന്ത്യൻ ആർമിക്ക് നല്ല അവസരമായിരുന്നു. ക്യാപ്റ്റൻ സച്ചിൻ അനാറാവോ നിംബൽക്കറുടെയും ലഫ്റ്റനന്റ് ബൽവന്ത് സിംഗിന്റെയും നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സൈനികർ ടൈഗർ ഹിൽ വീണ്ടും കയറാൻ ആരംഭിച്ചു. പോരാട്ടത്തിനും വെടിവെപ്പിനും ശേഷം ഒടുവിൽ ജൂലൈ 4 ടൈഗർ ഹിൽ ഇന്ത്യ തിരിച്ചു പിടിച്ചു. ക്യാപ്റ്റൻ വിക്രം ബദ്രയും അദ്ദേഹത്തിന്റെ "ഏ ദിൽ മാംഗേ മോർ" എന്ന വാചകവും ഒരു ഇന്ത്യക്കാരനും മറക്കാൻ കഴിയില്ല. ഹൃദയം കൂടുതൽ ആഗ്രഹിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. ഓപ്പറേഷൻ വിജയ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി .5140 വിജയകരമായി തിരിച്ചു പിടിച്ചപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച വാചകമാണിത്. യുദ്ധസമയത്ത് ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പ്രതീകമായി അത് മാറി. ഇത് യഥാർത്ഥത്തിൽ പെപ്സി പരസ്യത്തിലെ ഒരു സ്ലോഗൻ ആയിരുന്നെങ്കിലും ക്യാപ്റ്റൻ ബദ്ര യുദ്ധകളത്തിൽ ഉപയോഗിച്ചപ്പോൾ അതിന് പുതിയതും ശക്തവുമായ ഒരു അർത്ഥം കൈവന്നു. ഇന്ത്യൻ മണ്ണിന്റെ അവസാന ഇഞ്ചും നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് സ്വതന്ത്രമാകുന്നത് വരെ രാഷ്ട്രത്തിനു വേണ്ടി പോരാടിക്കൊണ്ടേയിരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. .5140 തിരിച്ചു പിടിച്ച ശേഷം ക്യാപ്റ്റൻ ഭദ്ര അന്ന് തന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് അച്ഛനോടും അമ്മയോടുമായി പറയുന്നുണ്ട്, എനിക്കൊരു കുഴപ്പവുമില്ല, നമ്മൾ അത് തിരിച്ചു പിടിച്ചുവെന്ന്. എന്നാൽ ഇതിനുശേഷം ക്യാപ്റ്റൻ ഭദ്രയെ ഇന്ത്യൻ സൈന്യം ഏൽപ്പിക്കുന്ന അടുത്ത ദൗത്യം പീക്ക് 4875 തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 17,000 അടി ഉയരത്തിലാണ് പീക്ക് 4875. ഏരിയ ഫ്ലാറ്റ് ടോപ്പ് എന്നറിയപ്പെടുന്ന ഈ പീക്ക് കീഴടക്കി ക്യാപ്റ്റൻ MA നാഗപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ ഒരിക്കൽ ത്രിവർണ്ണ പതാക ഉറപ്പിച്ചതാണ്. എന്നാൽ ഈ പീക്ക് തിരിച്ചു പിടിക്കാനായി പാകിസ്ഥാൻ സൈനികരെ തയ്യാറാക്കിയിരുന്നു.
തുടക്കത്തിൽ അവരെ നാഗപ്പയെ സംഭവം പരാജയപ്പെടുത്തിയെങ്കിലും പാകിസ്ഥാൻ ശാന്തമായി തിരിച്ചു പോകാൻ തയ്യാറായിരുന്നില്ല. ഒരു പാകിസ്ഥാൻ ഷെല്ല് ഏരിയ ഫ്ലാറ്റ് ടോപ്പിൽ വീണ് പൊട്ടിത്തെറിച്ച് നാഗപ്പയ്ക്ക് പരിക്കു കൊടുക്കുന്നു. മലമുകളിൽ നടക്കുന്ന ഈ സംഭവങ്ങളെല്ലാം ബൈനോക്കുലറിലൂടെ നിരീക്ഷിക്കുകയായിരുന്ന ക്യാപ്റ്റൻ ഭദ്ര പാകിസ്ഥാൻ സൈന്യം നാഗപ്പയും സംഘത്തെയും ലക്ഷ്യമാക്കി നീങ്ങുന്നത് അവർ അവിടെ എത്തുന്നത് അപകടമാണ് എന്ന് മനസ്സിലാക്കുന്ന ഭദ്ര തന്റെ കമാൻഡിംഗ് ഓഫീസറിനോട് ഞാൻ പീക്കിന് മുകളിലേക്ക് പോകാൻ സാർ എന്ന് അങ്ങോട്ട് പറഞ്ഞ് അദ്ദേഹത്തെ നിർബന്ധിക്കും. അതിന് അനുമതി ലഭിക്കുന്ന ഭദ്ര ക്യാപ്റ്റൻ അനുഷ് നയ്യാറിനെയും മറ്റ് കുറച്ച് ഓഫീസർമാരെയും കൂട്ടി ക്യാപ്റ്റൻ നാഗപ്പയെ സഹായിക്കാനായിട്ട് മുകളിലേക്ക് പോകുന്നു. മുൻപ് പീക്ക് 5140 വിജയകരമായി തിരിച്ചു പിടിച്ച സമയത്ത് ഭദ്രയ്ക്ക് ലഭിക്കുന്ന പേരാണ് ഷേർഷ എന്നുള്ളത്. ഇത് പാകിസ്ഥാൻ പട്ടാളത്തിന് പറയാം. ഷേർഷ മുകളിലേക്ക് വരുന്നുണ്ട് എന്ന സന്ദേശം നാഗപ്പയ്ക്ക് ലഭിക്കുന്നു. ഷേർഷ ഈസ് കമ്മിങ് എന്ന വയർലെസ് സന്ദേശം പാകിസ്ഥാന്റെ ഇന്റലിജൻസിന് ഇതിനോടകം തന്നെ ലഭിക്കുന്നു. അവർ പാകിസ്ഥാൻ ബങ്കറുകൾ ഓരോന്നായി നശിപ്പിച്ച് മുകളിലേക്ക് കയറിക്കൊണ്ടേക്കുന്നു. ഇന്ത്യൻ സൈന്യത്തോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന പാകിസ്ഥാൻ സൈന്യം ഓട്ടോമാറ്റിക് ഗണ്ണുകളും മറ്റും ഉപയോഗപ്പെടുത്തി തുരുതുരെ വെടിവെക്കാൻ ആരംഭിച്ചു. ഈ വെടിവെപ്പിനിടയിൽ ക്യാപ്റ്റൻ ഭദ്രയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ജൂനിയർ ഓഫീസറിന് മോർട്ടാർ പൊട്ടിത്തെറിച്ച് കാലിന് പരിക്കേൽക്കുന്നു. തന്റെ ഒപ്പം ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ രഘുനാഥ് സിംഗിന്റെ സഹായത്തോടെ ക്യാപ്റ്റൻ ഭദ്ര പരിക്കേറ്റ ജൂനിയർ ഓഫീസറിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ മാറ്റുന്നതിനിടയിൽ ക്യാപ്റ്റൻ ഭദ്രയുടെ നെഞ്ചിൽ വെടിയേൽക്കുന്നു. ഒപ്പം ഒരു ഗ്രനേഡ് അവരുടെ അടുത്ത് വീണ്ടും പൊട്ടിത്തെറിച്ച് അതിൽ നിന്നുള്ള ഒരു സ്പ്ലിന്റർ അദ്ദേഹത്തിന്റെ തലയിലും തുളച്ചു കയറുന്നു. പരിക്കേറ്റ സൈനികന്റെ അരികിൽ ക്യാപ്റ്റൻ ഭദ്ര കുഴഞ്ഞു വീണ് വീരമൃത്യു വരിക്കുന്നു. അടുത്ത ദിവസം 13 ജമ്മു കാശ്മീർ റൈഫിൾസ് പീക്ക് 4875 പിടിച്ചടക്കി. ഇന്ന് ആ പീക്ക് അറിയപ്പെടുന്നത് ഭദ്ര ടോപ്പ് എന്നാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ 52ാം വാർഷികമായ 1999 ഓഗസ്റ്റ് 15 വിക്രം ഭദ്രയ്ക്ക് ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര നൽകി രാജ്യം ആദരിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് GL ഭദ്ര ഇന്ത്യയുടെ രാഷ്ട്രപതി പരേതനായ KR നാരായണനിൽ നിന്ന് വീരമൃത്യു വരിച്ച മകനു വേണ്ടി ആ ബഹുമതി ഏറ്റുവാങ്ങി. 1997 ജൂണിൽ 111 ഗൂർഖ റൈഫിൾസ് ബറ്റാലിയനിൽ മനോജ് കുമാർ പാണ്ഡെ കമ്മീഷൻ ചെയ്യപ്പെട്ടു. 1999 കാർഗിൽ നുഴഞ്ഞുകയറ്റം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് സിയാച്ചിൻ ഗ്ലേഷ്യറിൽ 1.5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി സുരക്ഷിതമായി പൂനെയിലേക്ക് മാറുകയായിരുന്ന 111 ഗൂർഖ റൈഫിൾസ് ബറ്റാലിയനോട് കാർഗിലിലെ ബറ്റാലിക് സെക്ടറിലേക്ക് തിരികെ പോകാൻ ആവശ്യപ്പെട്ടു. ജുബർ ടോപ്പ് പിടിച്ചെടുക്കുന്നതിലേക്ക് നയിച്ച നടപടി മനോജ് കുമാർ പാണ്ഡെ ഒരു അംഗമായിരുന്നു. ഈ പ്രദേശത്ത് ഒരു പ്ലാറ്റൂണിനെ നയിക്കാൻ അദ്ദേഹത്തിനെ നിയോഗിക്കുന്നു. ഇടുങ്ങിയതും അപകടകരവുമായ മലഞ്ചെരുവിലൂടെ അദ്ദേഹം തന്റെ ടീമിനെ സൈനിക സ്ഥാനത്തേക്ക് നയിച്ചു. ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നേറുമ്പോൾ പാക് സൈന്യം ഇന്ത്യൻ സൈന്യത്തിനു നേരെ ശക്തമായി വെടിയുതിർത്തു. മനോജ് കുമാറും സംഘവും പ്രത്യാക്രമണവും നടത്തി. അദ്ദേഹം ശത്രു സൈനികരിൽ ചിലരെ കൊല്ലുകയും 2 എനിമി പോസ്റ്റുകൾ നശിപ്പിക്കുകയും ചെയ്തു. ഇതിനെല്ലാം ഒടുവിൽ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി അദ്ദേഹം കുഴഞ്ഞു വീണു. 2000 ജാനുവരി 26 റിപ്പബ്ലിക് ഡേ പരേഡിനിടയിൽ മനോജ് കുമാർ പാണ്ഡെയുടെ പിതാവ് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് മകനു വേണ്ടി പരംവീർ ചക്ര ഏറ്റുവാങ്ങി. കാർഗിൽ യുദ്ധത്തിലെ അസാധാരണമായ ധീരതയും നിശ്ചയദാർഢ്യവും പ്രകടമാക്കിയ നിർണായകമായ ടോളോളിംഗ് പീക്ക് അത് പിടിച്ചെടുക്കുകയായിരുന്നു റൈഫിൾമാൻ സഞ്ജയ് കുമാറിന്റെ ദൗത്യം. ടോളോളിംഗ് കൊടുമുടിയുടെ ഉയരം ശത്രു സൈന്യത്തിന് തന്ത്രപരമായ മുൻതൂക്കം നൽകുന്നതായിരുന്നു. ചുറ്റുമുള്ള പ്രദേശങ്ങളെ നിയന്ത്രിക്കുന്നതിന് അവിടെ നിയന്ത്രണം നേടിയെടുക്കുന്നത് അത് പിടിച്ചെടുക്കുക എന്നത് അവർക്ക് നിർണായകമായിരുന്നു. പാകിസ്ഥാൻ സൈന്യം ടോളോളിംഗിൽ ബങ്കറുകൾ, പീരങ്കികൾ, മെഷീൻ ഗണ്ണുകൾ എന്നിവ ഉപയോഗിച്ചതിലൂടെ ടോളോളിംഗ് പിടിച്ചെടുക്കൽ ഇന്ത്യൻ സൈന്യത്തിന് ഒരു ശക്തമായ വെല്ലുവിളിയായി മാറി. സഞ്ജയ് കുമാറിന്റെ യൂണിറ്റിനെ ഏൽപ്പിച്ച ചുമതല ശത്രുക്കളുടെ ആ കനത്ത വെടിവെപ്പിന് നടുവിലും കൊടുമുടി പിടിച്ചെടുക്കുക എന്നതായിരുന്നു. തീവ്രമായ ഷെല്ലാക്രമണവും മെഷീൻ ഗൺ വെടിവെപ്പും നേരിട്ടിട്ടും കുമാറും സംഘവും ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് നീങ്ങി. ശത്രു സൈനികരുമായി സഞ്ജയ് കുമാറിന് കടുത്ത പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടി വന്നു. 1ലധികം ശത്രു സ്ഥാനങ്ങൾ അദ്ദേഹം നിർവീര്യമാക്കി. സഞ്ജയ് കുമാറിന്റെ നേതൃത്വവും നിസ്വാർത്ഥതയും തന്റെ സഹസൈനികരെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചു. തന്റെ ഒപ്പം ഉണ്ടായിരുന്ന പരിക്കേറ്റ സൈനികരെ രക്ഷിക്കാൻ, ദൗത്യത്തിന്റെ വിജയം ഉറപ്പാക്കാനും അദ്ദേഹം പലതവണ തന്റെ ജീവനെ മറന്നു ശ്രമിക്കുന്നു. തികഞ്ഞ ധൈര്യത്തോടെയും ഏകോപിത ശ്രമത്തിലൂടെയും ടോളോളിംഗ് പീക്ക് ഒടുവിൽ ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തു. ടോളോളിംഗ് പിടിച്ചെടുക്കാൻ കാണിച്ച അസാധാരണമായ ധൈര്യത്തിൽ
നിർണായകമായ പ്രവർത്തനങ്ങൾക്കും റൈഫിൾമാൻ സഞ്ജയ് കുമാറിനെ പരംവീർ ചക്രം നൽകി പിന്നീട് രാജ്യം ആദരിച്ചു. ഇവരെ കൂടാതെ ഒരുപാട് ഇന്ത്യൻ സൈനികർ ഇന്ത്യയുടെ ഓരോ പ്രദേശങ്ങളും തിരിച്ചു പിടിക്കാൻ ശ്രമിച്ച് വിജയം കാണുകയും വീരമൃത്യു വരിക്കുകയും ചെയ്തു. അവരെയും നമ്മൾ ഈ വിജയ ദിവസത്തിൽ ഓർക്കുന്നു. കരസേനയെ പിന്തുണയ്ക്കാനായി ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ സഫേദ് സാഗർ ആരംഭിച്ചതും നമ്മൾ ഈ ദിവസം ഓർക്കുന്ന ഒരു കാര്യമാണ്. 1999 ജൂലൈ 26 ഇന്ത്യ നുഴഞ്ഞുകയറ്റക്കാരെ വിജയകരമായി തുരത്തി. ഇതിന്റെ ഓർമ്മയ്ക്കായി ജൂലൈ 26 എന്ന ദിനം ഇപ്പോൾ കാർഗിൽ വിജയ ദിവസമായി നമ്മൾ ആചരിക്കുന്നു. വിജയത്തിന്റെയും അഭിമാനത്തിന്റെയും ഓർമ്മയുടെയും ഒരു ദിവസമാണിത്. എന്നാൽ ഈ വിജയത്തിന് കാരണമായ 500-ലധികം ഇന്ത്യൻ സൈനികരെ നമുക്ക് നഷ്ടപ്പെട്ടു. നൂറുകണക്കിന് കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെയും, ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കന്മാരെയും, ചില മനുഷ്യർക്ക് അവരുടെ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും, കുഞ്ഞുങ്ങൾക്ക് അച്ഛനെയും നഷ്ടപ്പെട്ട ഒരു യുദ്ധം. കാർഗിൽ പർവ്വതങ്ങളിൽ ഇപ്പോഴും അവരുടെ പേരുകൾ പ്രതിധ്വനിക്കുന്നുണ്ട്. പാകിസ്ഥാനിലാകട്ടെ 700 മുതൽ 1000 വരെ സൈനികർ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ ഒരിക്കലും തങ്ങളുടെ സൈന്യത്തിന്റെ പങ്കാളിത്തം ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അത് നടത്തിയത് കാശ്മീർ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവർക്ക് ഒടുവിൽ ഓപ്പറേഷൻ അൽ ബദർ നടത്തി അന്ന് നുഴഞ്ഞു കയറിയത് പാകിസ്ഥാൻ സൈനികർ തന്നെയാണെന്ന് സമ്മതിക്കേണ്ടതായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് വലിയ പിന്തുണ ലഭിച്ചു. ലോകം ഇന്ത്യയെ ആക്രമണത്തിന്റെ ഇരയായി കണ്ടു. പാകിസ്ഥാൻ സൈന്യത്തെ പിൻവലിപ്പിക്കാൻ പാകിസ്ഥാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ നിർണായക പങ്കുവഹിച്ചു. ഈ സമ്മർദ്ദങ്ങളെ തുടർന്ന് 1999 ജൂലൈ 4 നവാസ് ഷെരീഫ് വാഷിംഗ്ടൺ സന്ദർശിച്ചു. സൈന്യത്തെ പിൻവലിക്കാൻ ഉത്തരവിടാൻ അദ്ദേഹം നിർബന്ധിതനായി. അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാന്റെ നടപടികളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഈ ആഗോള ഒറ്റപ്പെടൽ പാകിസ്ഥാനെ പരാജയത്തിലേക്ക് നയിച്ചു. കാർഗിൽ യുദ്ധത്തെ തുടർന്ന് അതിർത്തി നിരീക്ഷിക്കുന്നത് മെച്ചപ്പെടുത്തുന്നതിന്, ആയുധങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും, രഹസ്യാന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പിക്കുന്നതിനുമായി കാർഗിൽ റിവ്യൂ കമ്മിറ്റി രൂപീകരിച്ചു. വർഷം മുഴുവനും ശൈത്യകാലത്ത് പോലും സൈനികർ ഫോർവേഡ് പോസ്റ്റുകളിൽ തങ്ങാൻ തുടങ്ങി. നിത്യജാഗ്രതയാണ് സമാധാനത്തിന്റെ വിലയെന്ന് രാജ്യം തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു അത്. ഉത്തരവാദിത്വമുള്ള ജനാധിപത്യ രാജ്യമെന്ന ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ശക്തിപ്പെട്ടു. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം തകർക്കപ്പെട്ടു. ആദ്യമായ ഒരു യുദ്ധം ഇന്ത്യൻ മാധ്യമങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്തു. ഈ യുദ്ധം ദേശസ്നേഹത്തിന്റെ ഒരു തരംഗം സൃഷ്ടിക്കുകയും സായുധ സേനയോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. കാർഗിൽ യുദ്ധത്തോടെ നൂറുകണക്കിന് സൈനികരെ പാകിസ്ഥാന് നഷ്ടമായി എന്ന് മാത്രമല്ല, ലാഹോർ കരാർ പ്രകാരമുള്ള സ്വന്തം വാഗ്ദാനങ്ങൾ ലംഘിച്ചത് ആഗോളതലത്തിൽ തുറന്നു കാട്ടപ്പെടുകയും ചെയ്തു. 1999 കാർഗിൽ യുദ്ധം പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു പോരാട്ടമായിരുന്നില്ല. ദേശീയ അഖണ്ഡതയ്ക്കും ബഹുമാനത്തിനും അഭിമാനത്തിനും വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ഇന്ത്യൻ സൈനികരുടെ ധൈര്യവും സമർപ്പണവും, സൈനിക കമാൻഡർമാരുടെ തന്ത്രപരമായ ദീർഘവീക്ഷണവും, ഇന്ത്യൻ നയതന്ത്രത്തിന്റെ പക്വതയും അത് പ്രകടമാക്കി. ഇന്ന് കാർഗിൽ പോരാട്ടം ഇന്ത്യൻ ചരിത്രത്തിലെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒന്നായി തുടരും. കാർഗിലിന്റെ മഞ്ഞുമൂടിയ കൊടുമുടികൾ നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് ഇത്രമാത്രമാണ്. നമ്മുടെ സുരക്ഷയ്ക്കായി അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ പോലും നിൽക്കാൻ തയ്യാറാകുന്ന, തനിക്ക് നേരെ വരുന്ന എന്തിനേയും നേരിടാൻ ധൈര്യം കാണിക്കുന്ന, നമുക്ക് വേണ്ടി പോരാടുന്ന ക്യാപ്റ്റൻ ഭദ്ര, ലഫ്റ്റനന്റ് പാണ്ഡെ, റൈഫിൾമാൻ യാദവിനെ പോലെയുള്ള നമ്മുടെ സൈനികരെ. ബീഹാർ മന്ത്രി ഭീം സിംഗ് പറഞ്ഞതുപോലെ ഇതവരുടെ ജോലിയല്ലേ, അതിന്റെ ഭാഗമായി അവർ മരണപ്പെടുന്നതിൽ ഇത്ര പ്രത്യേകത എന്താണ് എന്ന് കരുതി തള്ളിക്കളയാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ അവർ എപ്പോഴും ഉണ്ടാകണം. സ്വന്തം ജീവൻ ഏതൊരു മനുഷ്യനും പ്രധാനപ്പെട്ടതാണ്. ആ വിലപ്പെട്ട ജീവൻ അവർ ത്യജിക്കാൻ തയ്യാറാകും നമുക്ക് വേണ്ടി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.